ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ സിനിമാ നിർമ്മാണ സഹായി ജോഷിയെയും ബിഗ് ബോസ് താരം ജിൻഡോയെയും എക്സൈസ് ചോദ്യം ചെയ്തു. മുഖ്യപ്രതി തസ്ലിമയെ അറിയാമെന്നും എന്നാൽ ലഹരി ഇടപാട് ഇല്ലെന്നും ജോഷി പ്രതികരിച്ചു. അല്പം മുമ്പാണ് ജിൻഡോ ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തിറങ്ങിയത്. ഇല്ല, ഞാനിത് നമ്മൾ ചോദിക്കുമ്പോഴേക്കും നമ്മൾ ഒരു 10, 200, 300 ഇട്ട് കൊടുക്കുന്നല്ലാതെ വേറെ നമ്മളൊന്നും കൊടുക്കൂല. ഞാൻ അത്യാവശ്യം കുറച്ച് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. തസ്ലീമയുമായിട്ടാണോ സൗമ്യയുമായിട്ടാണോ? സൗമ്യമായിട്ട് ബന്ധമില്ല കേട്ടോ. സൗമ്യ എനിക്കറിയില്ല. ജസ്റ്റ് ടീന എനിക്ക് അറിയുള്ളൂ. തസ്ലീമ എന്ന് പറഞ്ഞപ്പോൾ പിടിച്ചപ്പോഴറിയണം ഇങ്ങനെ ക്രിസ്റ്റീന. ആര് ചോദിച്ചാലും നമ്മളെ സംബന്ധിച്ച് ഒരു ഫുഡ് കഴിക്കാണെന്ന് ചോദിച്ചാൽ വിശക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇട്ട് കൊടുക്കും. അത്ര സൗഹൃദമുണ്ടോ ഇവരുമായിട്ട്? അത്ര എങ്ങനെയാണ് നമ്മൾ ഒരു പരിചയമില്ല? അങ്ങനെയല്ല, 6 വർഷമായിട്ട് ആള് പരിചയമുണ്ട് നമ്മളോട്. എങ്ങനെയാണ് പരിചയം? അല്ല, അതൊരു ഫിലിമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോ ഒരു കോർഡിനേറ്റർ ആണെന്ന് പറയുമ്പോൾ നമ്മളൊന്ന് കോർഡിനേറ്റർ ആണെന്നാണോ നിങ്ങൾ? അതെ, നമ്മൾ കോർഡിനേറ്റർ. എന്തിന്റെ കോർഡിനേഷൻ ആണ് തസ്ലിമ? അത് എനിക്കൊരു ഫിലിം കോർഡിനേറ്റർ എന്നാ പറയണേ. അപ്പൊ അല്ല, താങ്കൾ സിനിമാ രംഗത്തുള്ള ആളാണല്ലോ. അങ്ങനെ സജീവമുള്ളതല്ല ഞാൻ. അങ്ങനെയാണെങ്കിൽ തന്നെ എന്ത് സിനിമയുമായി ബന്ധപ്പെട്ട കോർഡിനേഷനിലാണ് അവർ ഇടപെട്ടിട്ടുള്ളത്? അതിപ്പോ ഒരുപാട് പടങ്ങളുണ്ട്. അത് ശരി, ഒരു 2-3 പടങ്ങൾ ഞാൻ കണക്ട് ചെയ്തു. പക്ഷെ അത് കോർഡിനേറ്റർ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്ത് ജോലിയാണ് അവർ ചെയ്യുന്നത്? എന്ത് ജോലിയാണ് ചെയ്യുന്നത്? താങ്കളുമായി പരിചയപ്പെടാനുള്ള ഒരു സാഹചര്യത്തിൽ എന്ത് ജോലിയിലാണ് നിങ്ങൾ? ഒരു ഫിലിമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇതിൽ വന്ന് പരിചയപ്പെട്ട ഒരു മീറ്റിംഗോട്ട് ബന്ധപ്പെട്ട, അല്ലാതെ അവരെ 2-3 വർഷമായിട്ട് എനിക്ക് പരിചയമുണ്ട്. കാരണം പുള്ളിയായിട്ട് ഫാഷൻ ഷോയിലൊക്കെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ കോൺടാക്റ്റിലുള്ള ഒത്തിരി ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പൊ അവരെല്ലാവരും ചെറിയ പൈസ സെൻഡ് ചെയ്താൽ പോലും ഞാൻ പൈസ സെൻഡ് ചെയ്തത് എന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ആളുടെ അച്ഛന് സുഖമില്ല, കറക്റ്റ് തെളിവാട്ടോ. നിങ്ങൾ കേട്ടോ, ആളുടെ അച്ഛന് സുഖമില്ലാന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞ് കൈയും കാലും പിടിച്ച് ചോദിച്ചപ്പോ ഞാൻ പൈസ ഇട്ട് കൊടുത്തു, ഒരു 8,000 രൂപ. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ബിഗ് ബോസ് വിജയിച്ച ആളാ. വല്ല സിനിമയും ചെയ്ത് ജീവിക്കാൻ വേണ്ടി, അതായത് സിനിമ ജീവിക്കാനല്ലടാ എന്റെ ആഗ്രഹം. എത്ര വർഷത്തെ ആഗ്രഹം കൊണ്ടായി ഞാൻ ബിഗ് ബോസിൽ പോയിട്ട് അത്രയും നിങ്ങൾ ജനപ്രേക്ഷകര് കൊടുക്കണ ഒരു ബാഡ് ആയിട്ടുള്ള ഇമേജ് കൊടുക്കല്ലേ. എനിക്ക് ഒന്നും അറിയില്ല അങ്ങനത്തെ ആൾക്കാർ. ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ ഈ സാധനത്തിന് നീ എവിടെ ആരും യൂസ് ചെയ്യാനാ ഞാൻ വിളിച്ചു പറയും. നീ പറഞ്ഞു തരാണ്ട. അതെ, ഞാൻ 2 ട്രാൻസാക്ഷനുള്ളൂ. ആ, നിരപരാധി വരുമ്പോ ചോദിച്ചോ, അവര് പറയും.